നിർബന്ധമായ നോമ്പ് പരിശുദ്ധമായ റമദാനിൽ മാത്രമാണ്. ദിവസത്തിൽ തന്നെ ചില സമയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കി വേർതിരിച്ചു, ശ്രേഷ്ഠത നൽകി. എന്താ? ആ സമയങ്ങളിൽ നിസ്കാരം നിർബന്ധമായതുകൊണ്ട്. ഇപ്പോൾ ളുഹറിന്റെ സമയത്ത് നിസ്കാരം നിർബന്ധമാണ്, ആ സമയത്താണ്. അതിനു മുമ്പ് നിസ്കാരം നിർബന്ധമില്ല. അപ്പം അതിനു മുമ്പുള്ള സമയത്തേക്കാളും ളുഹറിന് എന്താണ്? ആ സമയത്തിന് ശ്രേഷ്ഠത ഉണ്ട്. ഇങ്ങനെ ഓരോ നമസ്കാരങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ആ സമയങ്ങൾക്ക് അല്ലാഹു തആല ശ്രേഷ്ഠത നൽകി. ചില രാത്രികൾക്ക് അല്ലാഹു തആല മറ്റു രാത്രികളെക്കാളും വേർതിരിച്ചു. എന്താ? ഉദാഹരണമായിട്ട് ലൈലത്തുൽ ഖദ്ർ, ആ രാത്രിക്ക് മറ്റു രാത്രികളെക്കാളും ശ്രേഷ്ഠതയാണ്. കാരണം 1000 മാസത്തേക്കാൾ ഉത്കൃഷ്ടമായ രാവാണത്. അതുപോലെ ചില വ്യക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു വ്യക്തികളെക്കാളും ജനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠത നൽകി, പ്രത്യേകത നൽകി. എന്താ കാരണം? പ്രവാചകത്വം കൊടുത്തുകൊണ്ടാണ് അല്ലാഹു തആല അവർക്ക് ശ്രേഷ്ഠത നൽകിയത്. അവർക്ക് പ്രവാചകത്വം കൊടുത്തു, റിസാലത്ത് കൊടുത്തു, മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠത നൽകി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല വ്യക്തികളെയും പല നാടുകളെയും മാസങ്ങളെയും ആഴ്ചകളെയും ദിവസങ്ങളെയും സമയങ്ങളെയും എല്ലാം മറ്റുള്ളവയെക്കാളും വേർതിരിച്ച് വ്യത്യസ്തമാക്കി ശ്രേഷ്ഠത നൽകി. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, സൂറത്ത് തൗബയിൽ തന്നെ, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തിൽ അല്ലാഹു തആല 12 മാസങ്ങളെ നിശ്ചയിച്ചു. അന്ന് മുതലേ 12 മാസങ്ങൾ നിശ്ചയിച്ചു. മിൻഹാ അർബഅത്തുൻ ഹുറും, ആ 12 മാസങ്ങളിൽ പെട്ടതാണ് പവിത്രമായ 4 മാസങ്ങൾ. ഒന്ന് റജബാണ്, മറ്റ് 3 മാസങ്ങൾ തുടർച്ചയായിട്ടുള്ള മാസമാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇങ്ങനെ 4 പവിത്രമായ മാസങ്ങളുണ്ട് ഈ 12 മാസങ്ങളിൽ. അർബഅത്തുൻ ഹുറും, 4 ഹുറുമായ പവിത്രതയുള്ള മാസങ്ങൾ. മഅനൽ ഹുറും, എന്താണ് ഹുറും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അന്നൽ മഅസിയത ഫീഹാ, ഈ പവിത്രമായ ഈ 4 മാസങ്ങളിൽ ഉള്ള പാപങ്ങൾ അശദ്ദു ഇഖാബൻ, വലിയ ശിക്ഷയുള്ള പാപമാണ്. ഈ പവിത്രമായ 4 മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ കൂടുതലാണ്, ഗൗരവം കൂടുതലാണ്.